സാറേ ഇതാണ് സംഭവം നടന്ന സ്ഥലം. പക്ഷേ ഫിംഗർ പ്രിന്റിന്റെ ചാൻസസ് ഒന്നും കാണുന്നില്ല സാറേ. സീൻ മൊത്തം കണ്ടാമിനേറ്റ് ആണ്. ആളുകൾ കയറി ഇറങ്ങാൻ സമ്മതിക്കാവണം മെമ്പർ. താൻ ആദ്യം എത്തിയല്ലേ സാറേ? ഞാനല്ല സാർ, അവരാണ് ആദ്യം. അവരുടെയാണ് കട. മക്കളെ ചായ കുടിക്കുന്നോ? ഇപ്പൊ വേണ്ടേട്ടാ. സർ, ഞങ്ങൾ പതിവ് പോലെ രാവിലെ കട തുറക്കാൻ വന്നത്. അപ്പോഴാ പൂട്ട് പൊട്ടി കിടക്കുന്ന കണ്ട് ഞങ്ങൾ ആകെ പേടിച്ചു. ബാഗ് പിടിക്കും, ഞാൻ വിളിച്ചിട്ട് വരാം. ചേട്ടാ ചേട്ടാ ചേട്ടാ, കടയുടെ പൂട്ട് പൊട്ടി കിടക്കുന്നു. പിന്നെ സ്ലൈഡർ ഇല്ലേ, അതും തുറന്നിരിക്കുക. അയ്യോ വന്നേ. ഇതെന്നാ കുറിച്ചാണോ? അവിടെ എന്താ എന്താ പ്രശ്നം? കണ്ടില്ലേ? എന്നതാ ഇതെന്നാ ചെയ്യല്ലേ? പിന്നെ തുറക്കാതെ എങ്ങനെ അറിയുന്നത് ഇത് എന്നാ സംഭവം? മെമ്പർ പറയുന്നത് വിലപിടിപ്പുള്ള വല്ല ഉണ്ടായിരുന്നോ? നീ ഇന്ന് വേഗം കറക്കടാ. കറക്കുവാ മെമ്പർ തുറന്നു കഴിഞ്ഞാൽ പ്രശ്നമാവോ? സുവിധ പ്രശ്നമാവൂടാ. നമുക്ക് നോക്കാം. കറക്കുവാ അങ്ങനെ പൊങ്ങത്തില്ല ചേട്ടാ. ആ കറക്കുന്ന സാമാനം കൊണ്ട് കറക്കി ഇങ്ങനെ പൊങ്ങത്തുള്ളൂ. തുറന്ന് മെമ്പർ തന്നെ കയറി നോക്ക്. ആദ്യം കയറി നോക്കിക്കേ. മെമ്പറിൽ ആദ്യം കയറി നോക്കണ്ട ആള്. ഒന്ന് കേറിക്കാം മെമ്പറെ. ഒന്ന് കേറ്. അറിയാച്ചോട് കയറി. അല്ലേ അതില്ല മൊബൈലുള്ളേ. എന്റെ കയ്യിലുണ്ട്. അതെ, മൊത്തം പ്രശ്നം ബാങ്ക് മോഷണ. ഇതിപ്പോ പോലീസ് സ്റ്റേഷൻ വിളി മെമ്പറേ. ഞാനോ? പിന്നില്ല ആരാ? മെമ്പർക്കല്ലേ പോലീസ് സ്റ്റേഷൻ വിളിക്കാൻ അധികാരമുള്ളേ. പിന്നെ ഞാനോ? സുഗിതേ, പണിയാ കേട്ടോ. ആ നേരത്തെ ടെൻഷനിൽ എന്താ ചെയ്യേണ്ടെന്നൊരു എത്തുമിടിയും കിട്ടില്ല. ഞാൻ ചായക്കടയിൽ പോയി മെമ്പറിനെ വിളിച്ചു. അകത്ത് ഇങ്ങനെയായിരിക്കും പ്രതീക്ഷിച്ചില്ല സാറേ. തുറന്നു നോക്കിയപ്പോഴും മനസ്സിലായത്. പിന്നെ ആളാദ്യം കയറാതിരിക്കാൻ വേണ്ടി ഞാൻ ആ സമയത്ത് കവലയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? എല്ലാവരും ചോദ്യം ചെയ്യണം. ചെയ്യാം സാർ. ബാങ്ക് സാർ ഇതില്ലേ ഇവിടെ ആരൊക്കെ ഉണ്ട്? സാർ സർ, ആക്ച്വലി നാട്ടുകാരും ഇവിടെ കയറിയതായിട്ട് കാണുന്നില്ല സർ. നമുക്ക് ഒന്ന് രണ്ട് ബൂട്ട് പ്രിന്റ്സ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഫിംഗർ പ്രിന്റ്സ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ഓക്കെ, ഇത് thoroughly പ്രൊഫഷണൽ. ഇറ്റ്സ് എ ക്ലീൻ ജോബ്. ഇതുവരെ ഒന്നും ആയിട്ടില്ല. സൺഡേ ആയിരുന്നിട്ടും സാറ് ബാങ്ക് വരാനുള്ള റീസൺ എന്താ? അതെൻ്റെ മോളുടെ ഡെലിവറി സംബന്ധിച്ച് ഞാൻ ലീവിലായിരുന്നു. അപ്പോൾ കുറേ പെൻഡിങ് വർക്ക് വന്നത് സൺഡേ വന്നങ്ങ് തീർത്തു. 1 മണിക്കൂർ കൊണ്ടത് തീർന്നു. പക്ഷെ പോകുന്നവർ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് പ്രസിഡന്റാ ബാങ്കിന്റെ. നമസ്കാരം. അപ്പൊ ബാങ്കിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താ? സാറേ, സേഫി തൊടാത്തത് കൊണ്ട് ബാങ്കിന് നഷ്ടമൊന്നും വന്നിട്ടില്ല. ലോക്കറിൽ നിന്ന് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടെന്നുള്ളത് കസ്റ്റമേഴ്സിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി കോമ്പൻസേഷന്റെ കാര്യങ്ങളൊക്കെ സോഴ്സ് കാണിക്കണം സാറേ. സോഴ്സ് കാണിച്ചില്ലെങ്കിൽ കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ കൊടുക്കണമെങ്കിൽ തന്നെ ജുഡീഷ്യൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ.
നീ ഇങ്ങ് വന്ന് നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. ഞാൻ ഇവിടെ ഒരു പണി ഉണ്ടായിരുന്നു അപ്പൊ ഈ സ്ഥലം ഒന്ന് കുറെ കാലമല്ലേ നമ്മൾ കൂടിയിട്ട് വാടാ. ഞാൻ നിനക്ക് ഇവിടെ ഈ വീട്ടിൽ ഞാൻ വെള്ളം എടുത്തിട്ടില്ല. നമസ്കാരം സർ. കാണാം സർ. ഞാൻ വെയിറ്റ് ചെയ്തോളാം. ശരി സർ. സാറേ, ആ മാനേജറുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു, പിന്നെ കുറച്ച് നാട്ടുകാരുടെ. SP കൂടെ വരുന്നുണ്ട്. ഓ, അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യാം സാറേ. പിന്നെ പെൺപിള്ളേർ 2 പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരാളോട് വരാൻ പറയും. ശരി സാറേ. സർ, ആനി ആനി രാവിലെ കടയിലേക്ക് കയറിയായിരുന്നു. ഇല്ല സാറേ, അതിനു മുന്നേ ആൾക്കാരൊക്കെ അകത്തോട്ട് കയറി. പിന്നെ മെമ്പർ വന്ന് കാര്യം പറഞ്ഞു. സാറേ, ഇതിന് എന്നാ നമുക്കൊന്ന്... ഇന്നലത്തെ ദിവസം ഇവിടെ എന്തൊക്കെ ചെയ്തു? സാറേ, ഇന്നലെ ടൈലിൻ്റെ പണിയായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ഈ ആഴ്ച കട തുറക്കായിരുന്നതാ. പിന്നെ ഞങ്ങളും കൂടെ ടൈലിൻ്റെ പണി ചെയ്തുകൊണ്ടിരുന്നത്. ടൈൽ പണിയൊക്കെ അറിയോ? പഠിച്ചതാ സാറേ, ചെലവ് ഭയങ്കര കൂടുതലാണ്. ബാക്കി ദിവസം എന്തൊക്കെ ചെയ്തു? സാറേ, ഇന്നലെ സുമിയുടെ കല്യാണ നിശ്ചയമായിരുന്നു. അപ്പോൾ പോയിട്ട് സുമിക്കും അമ്മയ്ക്കും മേക്കപ്പ് ചെയ്തു. രാത്രി വരെ അവിടെ തന്നെയായിരുന്നു. അന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെയാ ചെയ്തത്? പതിവ് പോലെ ഉച്ചയ്ക്ക് ചായക്കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഒരു 4 മണിയായപ്പോൾ കടപൂട്ടി വീട്ടിൽ പോയി. പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ടാണ് സുമിയുടെ വീട്ടിൽ പോയത്. അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടോ? പതിവ് പോലെ കിടന്നുറങ്ങി. കിടന്നുറങ്ങിയല്ലേ? ആനി ഒരു പാർലറിൽ വർക്ക് ചെയ്തിരുന്നല്ലേ? പിന്നെന്ത് പറ്റി ഇവിടെ ഒന്ന് സ്വന്തമായിട്ട് ഒരു ബ്യൂട്ടി പാർലറൊക്കെ തുടങ്ങാൻ? സാറേ, എപ്പോഴെങ്കിലും സ്വന്തമായിട്ട് ഒരെണ്ണം തുടങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ അടുത്തൊന്നും വേറെ പാർലറും ഇല്ല. ഓഹോ. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ബാങ്ക് സ്റ്റാഫ് സെൻസർ ഓൺ ചെയ്തു, ബാങ്ക് പൂട്ടി. ഞായറാഴ്ച രാവിലെ നിങ്ങൾ കട തുറന്നു, പണി തുടങ്ങി. അന്ന് ഉച്ചയ്ക്ക് ബാങ്ക് മാനേജർ ബാങ്കിൽ വന്നു. വൈകിട്ട് 4 മണിയായപ്പോൾ നിങ്ങൾ കട പൂട്ടി അല്ലേ? ചായക്കട പൂട്ടുന്നവരെ കറിയൊന്നും ശ്രദ്ധിച്ചില്ലെന്നും പറയുന്നു. തിങ്കളാഴ്ച രാവിലെ മെമ്പർ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. അപ്പോൾ മോഷണം അപ്പോഴേക്കും നടന്നിട്ടുണ്ടാവുക. രാത്രി ആയിരിക്കില്ലേ സാർ?